ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് സമയം അവസാനിച്ചിട്ടും പല ബൂത്തുകളിലും വെള്ളിയാഴ്ച രാത്രി വൈകിയും അനുഭവപ്പെട്ടത് നീണ്ട നിര. 6 മണിക്ക് ഔദ്യോഗികമായി സമയം അവസാനിച്ചെങ്കിലും ടോക്കൺ കൈപ്പറ്റി ക്യൂവിൽ തുടരുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയിരുന്നു. പലയിടത്തും പോളിംഗ് അർദ്ധരാത്രിയോടടുത്തു. വടകര കുറ്റ്യാടി മണ്ഡലത്തിലെ 141 ബൂത്തിലാണ് ഏറ്റവും അവസാനം പോളിംഗ് അവസാനിപ്പിച്ചത്. മുടപ്പിലാവിൽ LP സ്കൂളിൽ 11:43 അവസാനത്തെയാൾ വോട്ട് ചെയ്തത്. വോട്ടിംഗ് വൈകിയതിനെ തുടർന്ന് പലയിടത്തും പ്രശ്നങ്ങളുണ്ടായി. UDFന് സ്വാധീനമുള്ള സ്ഥലത്താണ് വോട്ടിംഗ് വൈകിയതെന്നാണ് ആരോപണം. വോട്ടിംഗ് വൈകിയത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് UDF രംഗത്ത് വന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവാണുണ്ടായത്. 2019 രേഖപ്പെടുത്തിയ 77.51% പോളിംഗ് ഇത്തവണ 70.35% കുറഞ്ഞു. 7.16% കുറവ്. വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ ഏകദേശം 8 ലക്ഷത്തിന്റെ കുറവുണ്ട്. പോളിംഗ് ഏറ്റവും അധികം കുറഞ്ഞത് പത്തനംതിട്ടയിലാണ്. 10.95% പോളിംഗാണ് കുറഞ്ഞത്. ചാലക്കുടി മുതൽ പത്തനംതിട്ട വരെയുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് ഗണ്യമായി കുറഞ്ഞു. പോളിംഗ് കുറയാൻ വിവിധ കാരണങ്ങളുണ്ടെന്നാണ് വിലയിരുത്തൽ. കാലാവസ്ഥ വലിയ തോതിൽ തിരിച്ചടിയായി. സാമ്പത്തിക പ്രതിസന്ധി പ്രചാരണത്തെ ബാധിച്ചു. വിദേശത്തേക്ക് തൊഴിലും പഠനത്തിനുമായി പോയവരുടെ കണക്കിലുണ്ടായ വർധനയും ഒരു കാരണമായി. വരും വർഷങ്ങളിൽ ഇതിന്റെ തോത് വർദ്ധിക്കാനാണ് സാധ്യത. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. Ampere College of Science offers hospital administration course, MBA in healthcare management, training tie-up with multi-specialty hospitals and medical colleges. Visit www.amperecollege.in. Ampere College of Science, Kuttipuram.